നിങ്ങൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഒരു നല്ല ജോബ് നോക്കുന്ന സമയത്ത്, വർക്ക് ഫ്രം ഹോം ആയിട്ട് ജോബ് അന്വേഷിക്കുന്ന സമയത്ത്, +2 കഴിഞ്ഞിട്ട് ഇനി എന്തിനു പോകണം എന്ന് നോക്കുന്ന സമയത്ത് തന്നെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് വരുന്ന ഒരു ടേമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? ലോകത്തിൽ തന്നെ 89% കൂടുതൽ ആളുകൾ ആക്റ്റീവ് ഇന്റർനെറ്റ് യൂസേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സാധ്യത എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ മോസ്റ്റ് ഡിമാൻഡിംഗ് ജോബ് ഓറിയന്റഡ് കോഴ്സ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ചാണ്. ഇന്റർനെറ്റ് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഏതൊരു കമ്പനിയും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരുന്നത്? ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റോ സർവീസ് സെല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഇന്ന് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളത് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ സാധ്യതയുള്ള ആളുകളിലേക്ക് ഇത് എത്തിക്കണം. ഇന്നൊരു പ്രൊഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നുള്ളത് ഇവരെ അറിയിക്കണം അല്ലെ? ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കോൾഗേറ്റ് അല്ലെങ്കിൽ ക്ലോസപ്പ് പോലെയുള്ള ടൂത്ത് പേസ്റ്റുകളെ കുറിച്ച് മറ്റ് പല ബ്രാൻഡുകളിലുള്ള പേസ്റ്റുകളെക്കാൾ കൂടുതൽ കേട്ടത് എങ്ങനെയാണ്? അവര് എല്ലാവരെക്കാളും കൂടുതൽ അഡ്വർടൈസ്മെന്റ്സ് ചെയ്തത് കൊണ്ടാണ് അല്ലെ? ഇതിനു വേണ്ടി അവർ എന്തൊക്കെ മീഡിയംസ് യൂസ് ചെയ്ത് കാണും? TV, ന്യൂസ് പേപ്പർ, ഫ്ലെക്സ്, റേഡിയോ, അങ്ങനെ പല പ്രൊഡക്ട്സും പലതരം മീഡിയംസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു കുഞ്ഞു മുതൽ 50-60 വയസ്സുള്ള വലിയ ആളുകൾ വരെ ദിവസവും മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. ഇതിലൂടെ എത്ര പരസ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അല്ലെ? ഒരു ദിവസം തന്നെ എത്ര തമ്പനയിലുകളിൽ, എത്ര വീഡിയോകളിൽ, എത്ര പോസ്റ്റേഴ്സിൽ, എത്ര വെബ്സൈറ്റുകളിൽ, പലതരം ആപ്പുകളിൽ നിങ്ങളുടെ കണ്ണുകൾ ഉടക്കാറുണ്ട്. യെസ്, ലോകത്തിലെ എവിടെയോ ഇരിക്കുന്ന ഏതൊക്കെയോ കമ്പനികളുടെ ടാർഗറ്റ് ഓഡിയന്റ് ആയിട്ട് ദിവസവും നിങ്ങൾ മാറുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ലിപ്സ്റ്റിക് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരു വാച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, ഒരു TV വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം തൊട്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിലോ നിങ്ങളുടെ വാട്സപ്പിലോ നിങ്ങളുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിലോ ഇതിനെക്കുറിച്ചുള്ള പരസ്യങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങുന്നു അല്ലെ? ആരാണ് ഇത്തരം പരസ്യങ്ങളൊക്കെ നിങ്ങളുടെ ഹോം പേജിലേക്ക് എത്തിക്കുന്നത്? ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന കൈകൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്ററിന്റെയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്ന് എല്ലാ തരം കമ്പനികളും യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു റെസ്റ്റോറന്റ് മുതൽ ജ്വല്ലറി, ബൊട്ടിക്, ഹോസ്പിറ്റൽസ്, IT കമ്പനീസ്, ടെക് കമ്പനീസ്, മാനുഫാക്ചേഴ്സ്, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി, സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ്, ട്രാവൽ ഏജൻസീസ്, അങ്ങനെ നമുക്ക് ചുറ്റും തന്നെ പലതരം ബിസിനസ് ഓർഗനൈസേഷൻസ് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ അന്വേഷിച്ച് നടപ്പുണ്ട്. നമ്മൾ ഇത് നന്നായിട്ട് പഠിച്ച് അവരെ മുന്നിൽ എത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് വേണ്ടത്. ഞാൻ ഇതൊക്കെ എങ്ങനെ പഠിക്കും? എനിക്ക് ഇതിലൊന്നും വലിയ നോളജ് ഇല്ലല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് കേൾക്കുന്നത്, എങ്ങനെയാണിത് എന്ന് അറിയില്ല എന്ന് വിചാരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു ബേസിക് ഇന്റർനെറ്റ് നോളജ് ഉണ്ട്. ഗൂഗിളിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ യൂസ് ചെയ്യാൻ അറിയാം. ഗൂഗിളിൽ ഒരു കാര്യം നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ അറിയാം, ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ അറിയാം എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാനും അതിലൂടെ അഡ്വാൻസിലേക്ക് കടക്കാനും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സാധിക്കാവുന്നതാണ്. ഇപ്പൊ നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആയി കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും തന്നെ വരുന്നില്ല. വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങൾക്ക് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മുഷിപ്പിക്കുന്നതായിട്ടുള്ള യാതൊന്നും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്നില്ല. ഇപ്പം ലൈക്ക് നമ്മൾ സാധാരണ IT ജോബ് പോലെ കോഡിങ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളൊന്നും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്നില്ല. നമ്മൾ എന്തൊരു ജോബ് ഫീൽഡ് സെലക്ട് ചെയ്യുന്ന സമയത്തും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിന്റെ സാലറി പാക്കേജ് അല്ലെ? ഒരു ഡിജിറ്റൽ മാർക്കറ്ററിന് എന്ത് സാലറി കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഷർ ആവുന്ന സമയത്ത് തന്നെ 2 to 4 ലാക്ക് വരെ പെർ ആനം സാലറി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതേപോലെ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ 12 to 24 ലാക്ക് വരെയൊക്കെ പെർ ആനം സാലറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് പ്രൊജക്ട് എടുക്കുകയാണെങ്കിൽ ഡബിൾ സാലറി നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ഡബിൾ ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്തൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് തന്നെ യൂസ് ചെയ്യുന്നതാണ്. സോ ഇതിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പഠിപ്പിക്കും. വളരെ സിമ്പിൾ ആയിട്ട് കോഡിംഗ് ഒന്നും ഇല്ലാതെ വേർഡ് പ്രസ് യൂസ് ചെയ്തിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അതേപോലെ തന്നെ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഗൂഗിൾ അൽഗോരിതം, ഗൂഗിൾ ആഡ്സെൻസ്, അങ്ങനെ കുറേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത്
കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും. ഇവിടെ ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും അതേപോലെ ലൈവ് പ്രൊജക്ട്സ്, കേസ് സ്റ്റഡീസ്, പ്രാക്ടിക്കൽ സെഷൻസ് ഇതൊക്കെ ഇൻക്ലൂഡഡ് ആക്കിയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇന്ററാക്റ്റീവ് ആയിട്ടാണ് നമ്മുടെ എക്സ്പേർട്ട് ട്യൂട്ടേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്വാളിഫിക്കേഷൻ, ഏജ്, ഇയർ ഗ്യാപ്പ് ഇതൊന്നും അധികം കൺസിഡർ ചെയ്യാതെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവസരം ഒരുക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നെങ്കിൽ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹാവ് എ നൈസ് കരിയർ.